അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8 ബുധനാഴ്ച. വയനാട് മേപ്പാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. തുരങ്കപാത എഞ്ചിനീയർ അടക്കം 5 പേരെ കാണാതായി. മരിച്ച 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. NDRFന്റെ നേതൃത്വത്തിലുള്ള 2 സംഘം രക്ഷാപ്രവർത്തനം രാത്രിയിലും തുടർന്നു. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഇന്ന് ഉച്ചയോടെ മുഖ്യമന്ത്രി VD സതീശൻ ഹെലികോപ്റ്റർ മാർഗം ദുരന്ത സ്ഥലത്ത് എത്തും. ഇന്നലെ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തുരങ്കപാത നിർമ്മാണത്തിന്റെ മണ്ണ് കനത്ത മഴയിൽ കുതിർന്ന് നിരങ്ങി നീങ്ങിയതാണ് അപകട കാരണം. മണ്ണ് നീക്കം ചെയ്യണമെന്ന് മരാമത്ത് വകുപ്പും ജില്ലാ കളക്ടറും വളരെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മണ്ണ് നീക്കം ചെയ്യാതെ മണ്ണിന് മുകളിൽ വലിയ ടാർപ്പായ വിരിക്കുകയാണ് കരാറുകാർ ചെയ്തത്. പരിസരത്തുള്ള കുടുംബങ്ങളിലെ 142 പേരെ മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മീനാക്ഷി എസ്റ്റേറ്റിൽ നിന്നുള്ള 21 കുടുംബങ്ങളെ ചുളിക്ക GLP സ്കൂളിലേക്ക് മാറ്റി. മേപ്പാടി പോലീസ് കേസെടുത്തു. മേപ്പാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ടെന്നും പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സ ഉറപ്പാക്കണമെന്നും പിണറായി പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊപ്പം ആവശ്യമായ സഹായങ്ങൾ നൽകാൻ CPM പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരോട് അഗാധമായി ദുഃഖമറിയിച്ച് പ്രിയങ്ക ഗാന്ധി MP. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും അവർ അറിയിച്ചു. അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് തള്ളിയതിന്റെ ഉത്തരവാദിത്തം ഒരു കരാറുകാരന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും കൈകഴുകാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നതിന് പിറകെ ന്യായീകരണവുമായി PSC. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രവും സുതാര്യവും ഭരണഘടന അധിഷ്ഠിതവുമാണെന്നും ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും PSC വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി തെളിഞ്ഞാൽ സർക്കാരിന്റെ അനുമതി വാങ്ങാതെ അന്വേഷണം നടത്താവുന്ന രീതിയിലേക്ക് വിജിലൻസ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം നൽകും. ഡയറക്ടർക്ക് പരമാധികാരം നൽകുന്ന പുതിയ വിജിലൻസ് മാനുവൽ ഇന്ന് ആഭ്യന്തരമന്ത്രി പുറത്തിറക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിക്ക് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എത്തി വീടിന്റെയും പരിസരങ്ങളുടെയും ഫോട്ടോകളെടുത്ത് മടങ്ങി. പാതിരിയാട് വില്ലേജ് ഓഫീസറെയും കൂട്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. IHRD ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മാറ്റി. പകരം പ്രൊഫസർ MV രാജേഷിനാണ് നിയമനം. IHRDക്ക് കീഴിലെ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലാണ് രാജേഷ്. 3 വർഷം മുൻപാണ് അരുൺകുമാറിന് ഡയറക്ടർ ഇൻചാർജ് ചുമതല നൽകിയത്. അരുൺകുമാറിന്റെ നിയമനം ചോദ്യം ചെയ്ത് നേരത്തെ നിരവധി പരാതികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ പോകാനുള്ള സർക്കാരിന്റെ അവകാശം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ.
അനുമതിയും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടലും വേണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടന്ന ഓൺലൈൻ യോഗത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് സൈബർ പോലീസ്. BJPക്ക് അനുകൂലമായി AK ആന്റണി പ്രസ്താവന നടത്തിയെന്നായിരുന്നു പ്രചാരണം. കൊച്ചിയിലെ രാത്രികാല DJ പാർട്ടികൾക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. DJയുടെ മറവിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുവെന്നും 2023 മുതൽ 27 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. ഹൈഡ്രോപോണിക് കഞ്ചാവുമായി യുവതി കസ്റ്റംസിന്റെ പിടിയിലായി. ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലെത്തിയ തൃശൂർ കോട്ടപ്പുറം സ്വദേശിനി റിച്ചി ആന്റണിയാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ കേസ്. വീടിന്റെ മതിൽ കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വീട്ടുടമസ്ഥന്റെ കൈ തല്ലിയൊടിച്ചെന്നാണ് കേസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിജയം ചോദ്യം ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കായിക മന്ത്രി ആദവ് അർജുനയുടെ വില്ലേവാക്കം മണ്ഡലത്തിൽ നിന്നുള്ള വിജയത്തെ ചോദ്യം ചെയ്ത ഹർജിയും കോടതി ഫയലിൽ സ്വീകരിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടാസ്മാക് മദ്യവിൽപ്പനശാലകളിലെ ജീവനക്കാർക്ക് 25% ശമ്പള വർധന പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. ഔദ്യോഗിക വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്നതും അഴിമതിയും പൂർണ്ണമായി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ കാണിക്ക എണ്ണുന്ന ജീവനക്കാർക്ക് യൂണിഫോം ഏർപ്പെടുത്തി. നീല യൂണിഫോമിനൊപ്പം പോക്കറ്റില്ലാത്ത ഗൌൺ ധരിച്ച് മാത്രമേ ഇനി കാണിക്ക എണ്ണാവൂ. എണ്ണുന്നതിന് മുൻപും ശേഷവും ദേഹപരിശോധന ഉണ്ടാകും. ഇടവേളയ്ക്കിറങ്ങിയാലും പരിശോധന നടത്തും. വസ്ത്രങ്ങൾ മാറുന്നതിന് പ്രത്യേക മുറി സജ്ജമാക്കി. നിരീക്ഷണത്തിന് കൂടുതൽ സുരക്ഷാ ജീവനക്കാരെയും നിയോഗിച്ചു. മെഡിക്കൽ കോളേജുകളിലെ CCTVകൾ കേന്ദ്ര നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അന്ത്യശാസനം. രാജ്യത്തെ 70 മെഡിക്കൽ കോളേജുകൾക്കാണ് കർശന നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും ചികിത്സാ രംഗവും നിയന്ത്രിക്കുന്ന പരമോന്നത സമിതിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് പുനഃസ്ഥാപിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധി പ്രസ്താവിച്ചത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് അക്കൌണ്ട് മരവിപ്പിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്ന 15-ന് വിദേശ മദ്യത്തിന്റെ വില കുറയും. വിസ്കിയുടെയും ജിന്നിന്റെയും നിലവിലെ ഇറക്കുമതി തീരുവയായ 150% നിന്ന് തുടക്കത്തിൽ 75%, കരാറിന്റെ 10ാം വർഷത്തോടെ 40% കുറയ്ക്കാനാണ് തീരുമാനം. രാജ്യത്ത് E25 പെട്രോൾ നടപ്പാക്കാൻ സമയമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. റിപ്പോർട്ടുകൾ വിലയിരുത്തിയും വാഹന നിർമ്മാതാക്കളുമായി ചർച്ച നടത്തിയ ശേഷവും മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. നിലവിൽ E20 പെട്രോളിൽ സംതൃപ്തരാണെന്നും മന്ത്രി പറഞ്ഞു. ഹോർമൂസിൽ 24 മണിക്കൂറിനുള്ളിൽ 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. തിരിച്ചടിയായി അമേരിക്ക ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഇറാൻ ആക്രമിച്ച കപ്പലുകളിലൊന്ന് തങ്ങളുടേതാണെന്ന് ഖത്തർ. ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മേഖലയിലെ മറ്റ് രാഷ്ട്രങ്ങളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് നിർത്താൻ ഇറാനോട് ഖത്തർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ജനങ്ങളാണ് ഇറാന്റെ യഥാർത്ഥ മിസൈലുകൾ എന്നെഴുതിയ ബാനറുകളുമായി ലക്ഷക്കണക്കിന് ഇറാനിയൻ പൌരന്മാർ ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്തു. വൻ ശക്തി രാജ്യങ്ങളുടെ ഭീഷണികളെ ഇറാൻ അതിജീവിച്ചതിന്റെ അഭിമാനവും ദേശസ്നേഹവും പ്രകടിപ്പിക്കാനുള്ള അവസരമായി വിലാപയാത്ര മാറി. നാളെയാണ് ഖബറടക്കം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകളെ തുടർന്ന് പ്രമുഖ കമ്പനിയായ മൈക്രോസോഫ്റ്റിൽ കൂട്ടപ്പിരിച്ചുവിടൽ. 4800 പേർക്കാണ് ജോലി നഷ്ടമായത്. AI സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ നിക്ഷേപം കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കടുത്ത നടപടിയെന്നാണ് സൂചന. ഖത്തറിൽ മധുര പാനീയങ്ങൾക്ക് പുതിയ എക്സൈസ് നികുതി ജൂലൈ 6 മുതൽ നിലവിൽ വന്നു. പാനീയങ്ങളിലെ പഞ്ചസാരയുടെ അളവനുസരിച്ചാണ് ഇനി നികുതി ഈടാക്കുക. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ നിർത്തിയിട്ട കാറിലേക്ക് ഇസ്രയേൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റൺ ഗ്രനേഡ് എറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്.
ഫലസ്തീൻ പൌരന്മാർ സഞ്ചരിച്ച വാഹനത്തിന്റെ വാതിൽ ബലമായി അടച്ചുപിടിച്ചാണ് സ്ഫോടക വസ്തു അകത്തിട്ട് പൊട്ടിച്ചത്. ചൈനയുടെ തെക്കൻ മേഖലകളിൽ കനത്ത നാശം വിതച്ച് മായ്സാക് ചുഴലിക്കാറ്റ്. ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് ഇവിടെ വൻ പ്രളയമാണ് രൂപപ്പെട്ടത്. പ്രളയത്തിൽ 2 പേർ മരിക്കുകയും 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. ഇന്തോനേഷ്യയ്ക്ക് ഇന്ത്യ ആസ്ട്ര മിസൈലുകളും കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും കൈമാറും. IIM, IIT ക്യാമ്പസുകൾ ഇന്തോനേഷ്യയിൽ തുറക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഇംഗ്ലണ്ടിനെതിരായ 3ാം ട്വന്റി-20യിൽ ഇന്ത്യയ്ക്ക് 125 റൺസിന്റെ വമ്പൻ തോൽവി. ഇംഗ്ലണ്ട് ഉയർത്തിയ 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ വെറും 76 റൺസിന് ഓൾ ഔട്ടായി. 13 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഈജിപ്തിനെ 2-3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന ക്വാർട്ടറിലെത്തി. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന അർജന്റീന ആവേശകരമായി തിരിച്ചുവരവാണ് നടത്തിയത്. യാസർ ഇബ്രാഹിമിന്റെയും സീക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്ത്യൻ റൊമേരോയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ ശേഷിക്കെ ലൌതാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോളുകളൊന്നും നേടാതിരുന്ന മത്സരത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയയെ 4-3 കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ. കളിയിലുടനീളം ലഭിച്ച മികച്ച അവസരങ്ങൾ ഇരു ടീമുകളും നഷ്ടപ്പെടുത്തുകയായിരുന്നു. ശനിയാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. 1954 ശേഷം ആദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ലോകകപ്പ് ക്വാർട്ടറിൽ കടക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.